ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇനി എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സ്കിന്ന് എങ്ങനെ ഹെൽത്തി ആക്കാം. കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ സ്കിന്ന് ഹെൽത്തി ആവണമെന്നില്ല. അപ്പോൾ എങ്ങനെ സ്കിന്ന് ഹെൽത്ത് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ നല്ല കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ സ്കിന്ന് ഹെൽത്തി ആവണം, അല്ലെങ്കിൽ ആ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളെ സ്കിന്നിന് നല്ല പ്രോപ്പർ റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഫുഡാണ്. ഫുഡ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഫുഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഘടകം. സ്കിന്നെ ഹെൽത്തി ആക്കാൻ ഏത് തരം ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത്? ഫ്രൂട്ട്സുകൾ മാത്രമല്ല കേട്ടോ, പച്ചക്കറികൾ, ഇലക്കറികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ കുറച്ച്, അതായത് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് തരുന്നത് തന്നെ വേറെ ഫ്രൂട്ട്സുകളും തരുന്നുണ്ട്. അതായത് ഇപ്പോൾ വിറ്റാമിൻ സിയും ഇയും ഒക്കെ ഇപ്പോൾ ഒരു ഫ്രൂട്ട് തരുന്നുണ്ടെങ്കിൽ വേറൊരു ഫ്രൂട്ടും അത് തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മളെ ഹെൽത്തിനും അതുപോലെ നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ബോഡിൻ്റെ ഹെൽത്തിനും ബെറ്റർ ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് അവക്കാഡോ ആണ്. അവക്കാഡോ നമുക്ക് നമ്മളെ സ്കിന്നിന് എന്ത് ബെനിഫിറ്റ്സാണ് തരാമെന്ന് ചോദിച്ചാൽ, അവക്കാഡോ ഹെൽത്തി ഫാറ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ മേ ബി ഓയിലി സ്കിന്നുകാർക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ല, ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. കാരണം കഴിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഹെൽത്തി ഫാറ്റാണ്. അപ്പോൾ അവക്കാഡോ നമ്മളെ സ്കിന്നിന് എന്താ തരുന്നതെന്ന് വെച്ചാൽ നല്ല മോയ്സ്ചറിങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല ഗ്ലോ തരാനും അവക്കാഡോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവോക്കാഡോയിൽ വിറ്റാമിൻ സിയും ഇയും ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്ന് നല്ല സൂത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് അവക്കാഡോൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഏജിങ്, റിങ്കിൾസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഗ്രീൻ ടീ പൊതുവേ ഇപ്പോൾ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിഫോറും ആഫ്റ്ററും കാണുമ്പോൾ പഴയ സ്കിന്നല്ലല്ലോ ഇപ്പോൾ നമ്മൾ വിചാരിക്കലില്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയാം. ഗ്രീൻ ടീ മാത്രമല്ല കേട്ടോ, നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മളെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല, നല്ല നാച്ചുറലായിട്ട് അങ്ങനെ പോകും. ഇപ്പോൾ ഗ്രീൻ ടീയിൽ തന്നെ കൊളാജിൻ്റെയും അതേപോലെ എലാസ്റ്റിക് ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്ന് നല്ലതായിട്ട് ഹെൽത്തി ആക്കണം. ഒന്നും വേണ്ട, നിങ്ങൾ ഗ്രീൻ ടീ മാത്രം കുടിച്ചാൽ മതി, എന്നാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് പോകും, സ്കിന്നും ബോഡിയും എല്ലാം. പിന്നുള്ളത് വാൾനട്ടാണ്. വാൾനട്ട് ഒമേഗ 3 ഫാറ്റാണ്. ഒമേഗ 3 ഫാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയാം നമ്മുടെ സ്കിന്നിനും ബോഡിക്കൊക്കെ ആവശ്യമുള്ളതാണ് വാൾനട്ട്. നമ്മുടെ സ്കിന്നിന് വാൾനട്ട് കഴിച്ചാൽ എന്താ ബെനിഫിറ്റ്? സ്കിന്നിൽ റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ കുറഞ്ഞു കിട്ടും വാൾനട്ട് കഴിച്ചാൽ. കോക്കനട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു അവക്കാഡോ, വാൾനട്ട്, ഈ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. കാരണം ഇതൊക്കെ ഹെൽത്തി ഫാറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബെനിഫിറ്റ്സ് തന്നെയാണ് ഈ ഫ്രൂട്ട്സിനും തരുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് ലെമണ്, ഓറഞ്ച്, ഗൂസ്ബെറി ഒക്കെയാണ്. ഇത് നമുക്ക് വിറ്റാമിൻ സി ആണ് കേട്ടോ തരുന്നത്. നമ്മളെ സ്കിന്നിന് വിറ്റാമിൻ സി തരുന്നുണ്ട്. ഇത് ഭയങ്കര സപ്പിളാക്കാനും അതുപോലെ ബ്രൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ക്യാരറ്റ്, ബീട്രൂട്ട്, അതിലൊക്കെ പെട്ട അംഗങ്ങളാണ്. സ്വീറ്റ് പൊട്ടാറ്റോ, അതിലൊക്കെ പെട്ടത്. അത് നമ്മളെ സ്കിന്നിന് എന്താ തരുന്നതെന്ന് വെച്ചാൽ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിനെ നല്ലോണം ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. വാട്ടർമെലോൺ നമുക്ക് വിറ്റാമിൻ സിയും എയും ഒക്കെ തരുന്നുണ്ട്. അത് നമ്മളെ സ്കിന്നിൽ തരുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസിങ് ആവാനും ഡീഹൈഡ്രേഷൻ ഉള്ളവർക്കൊക്കെ ഹൈഡ്രേറ്റഡ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് വാട്ടർമെലോൺ തരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വിറ്റാമിൻ സി അടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞല്ലോ, അതായത് ലെമണ്, ഗൂസ്ബെറീസ്, ഓറഞ്ച്, അവക്കാഡോ, എല്ലാത്തിലും ഉണ്ട് വിറ്റാമിൻ സി. അപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയ ഫുഡ്, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ എന്തോ ആവട്ടെ, വിറ്റാമിൻ സി അടങ്ങിയത് നല്ലോണം കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിൽ കൊളാജനൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്കിന്ന് നല്ല ഹെൽത്തി ആക്കാനും സ്മൂത്താകാനും അടിപൊളിയാണ് വിറ്റാമിൻ സി എന്ന് പറയുന്ന സംഭവം. നമ്മളെ സ്കിന്നിനായാലും ബോഡിക്കായാലും വിറ്റാമിൻ സി ആവശ്യമാണ്. അതുണ്ടെങ്കിൽ തന്നെ നമ്മളെ സ്കിന്നൊക്കെ ഹെൽത്താവും. അപ്പോൾ ഇടയ്ക്ക് പുറത്തിറങ്ങി ആ രാവിലത്തെ വെയിലൊക്കെ അല്ലേ, വിറ്റാമിൻ ഡി അതൊക്കെ ഒന്ന് കൊള്ളുക.
അങ്ങനെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറേ ചേഞ്ച് വരുത്തിയാൽ തന്നെ നമ്മളെ സ്കിന്നായാലും ഹെൽത്തായാലും ബോഡി ഹെൽത്തായാലും എല്ലാം ഓക്കെ ആവും, 100ക്ക് 100 അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഭയങ്കര ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിന്ന പ്രൊഡക്റ്റ് ഓർക്ക് റിസൾട്ട് ഉണ്ട്, എനിക്ക് അങ്ങനെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങി നമ്മളത് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ ഫുഡിലും കുറേ കാര്യങ്ങളും ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ പ്രൊഡക്റ്റും യൂസ് ചെയ്യുക. ഓക്കെ, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫുഡ് ശ്രദ്ധിക്കണതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.